मैं मेरे बाकी का जीवन वेद, उपनिषद और प्राकृतिक खेती के लिए खर्च करूंगा। ये प्राकृतिक खेती ये इस प्रकार का एक वैज्ञानिक प्रयोग है जो कई प्रकार के फायदे देता है। उत्पादन बढ़ता है। मेरे खेत पर मैंने प्राकृतिक खेती अपनाई है। आज मेरे उत्पादन में लगभग 1.5 गुना बढ़ोतरी हो चुकी है। आपके खेत में ज्यादा बारिश आएगी तो पानी बाहर चला जाता है ना, जाता है या नहीं जाता है? बोलिए ना, जाता है ना। अगर प्राकृतिक खेती आप करोगे तो एक बूंद पानी बाहर नहीं जाएगा, अंदर उतर जाएगा। क्यों? क्योंकि प्राकृतिक खेती करने के साथ ही केचवे बनते हैं। केचवे मतलब गुजराती में अरसिया कहिए ना આપણે। अब આપણે फर्टिलाइजर डाल डालकर सारे केचवे मार दिए। ये बड़े बड़े यूरिया के कारखाने डाले हैं, डीएपी के कारखाने डाले हैं, एमपीके के कारखाने डाले हैं, मगर हर केचवा यूरिया, डीएपी और एमपीके का स्वयं कारखाना है। वो मिट्टी खाता है और खाद बनाकर बाहर निकालता है। मगर हमने जब यूरिया डाला तो केचवा मर गया। देसी गाय के गोबर से जो बहन जी ने प्रयोग किया है, जीवामृत और पेस्टिसाइड्स भी उसी में से ही बनते। सिर्फ इतने आपको 5 प्लास्टिक के पीप खरीदना है बस। और एक देसी गाय में 21 एकड़ का खेती हो सकता है। 21 एकड़ का सिर्फ एक गाय में। और गुजरात में तो गाय के जो देसी गाय पालेगा, प्राकृतिक खेती करेगा, गाय के रख रखाव के लिए 900 रुपया उसको सरकार देती है। आपके नाम पर चेक ही आ जाएगा 900 रुपये का। इससे आपका उत्पादन भी बढ़ता है, खाने वाले की सेहत भी अच्छी होती है, धरती भी हमारी अच्छी हो जाती है, पानी का भी बचाव होता है। सभी प्रकार से प्राकृतिक खेती हमारा फायदा करता। നമസ്കാരം. കേന്ദ്രമന്ത്രി അമിത്ഷായും അദ്ദേഹത്തിന്റെ നയങ്ങളും എന്നും വാർത്താ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയെ ചൊറിയാൻ വരുന്നവർക്ക് പോലും കുറിക്കുകൊള്ളുന്ന മറുപടി ഇദ്ദേഹം നൽകാറുണ്ട്. ഇങ്ങനെയുള്ള അമിത്ഷായോട് ചോദിച്ച ചോദ്യവും ഇതിന്റെ മറുപടിയുമാണ് ഇപ്പോൾ വാർത്തകളിലെ പ്രധാന ചർച്ചാ വിഷയം. രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം തന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമിത്ഷാ. വിരമിച്ച ശേഷം എന്റെ ജീവിതത്തിന്റെ ശേഷിച്ച ഭാഗം വേദങ്ങൾ, ഉപനിഷത്തുകൾ, പ്രകൃതി, കൃഷി എന്നിവ പഠിക്കുന്നതിനായി നീക്കിവെക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് അമിത്ഷാ പറയുന്നത്. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വനിതാ സഹകരണ തൊഴിലാളികൾക്കൊപ്പം സഹകർ സംവാദ് എന്ന പരിപാടിയിൽ പങ്കെടുക്കവെയാണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത്. വിരമിച്ച ശേഷം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ആഗ്രഹവും ഇദ്ദേഹം പ്രകടിപ്പിച്ചു. വായനയോടുള്ള തന്റെ ഇഷ്ടം അമിത്ഷാ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് 8000-ഓളം പുസ്തകങ്ങളുണ്ട്. പക്ഷെ അവ വായിക്കാൻ സമയമില്ലെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ശാസ്ത്രീയ സംഗീതവും അമിത്ഷായ്ക്ക് ഇഷ്ടമാണ്. അതേസമയം ഹിന്ദു വേദഗ്രന്ഥങ്ങളിൽ എങ്ങനെ മുഴുകാൻ പദ്ധതിയിടുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ലെങ്കിലും കൃഷിയെക്കുറിച്ച് ഏറെ സംസാരിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിച്ച് വളർത്തുന്ന ഗോതമ്പ് ക്യാൻസർ, രക്തസമ്മർദ്ദം, പ്രമേഹം, തൈറോയിഡ് തകരാറുകൾ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അമിത്ഷാ പറഞ്ഞു. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം അമിത്ഷാ BJPയുടെ നട്ടലാണ്. BJPയുടെ വളർച്ചയിൽ പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് നിർണായകമായ പങ്കുണ്ട്. BJP ദേശീയ അധ്യക്ഷനായിരുന്ന കാലത്ത് പാർട്ടിക്ക് വലിയ തോതിലുള്ള സംഘടനാപരമായ കെട്ടുറപ്പ് നൽകാൻ അമിത്ഷായ്ക്ക് സാധിച്ചു. താഴെത്തട്ട് മുതൽ പാർട്ടി സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൂടാതെ BJPക്ക് സ്വാധീനമില്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടിക്ക് വേരുതുറപ്പിക്കാൻ അമിത്ഷായുടെ നേതൃത്വം സഹായിച്ചു. BJPയുടെ അടിസ്ഥാന ആശയങ്ങളിലും നയങ്ങളിലും ഉറച്ചു നിൽക്കുന്ന നേതാവാണ് അമിത്ഷാ. ഇത് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടർമാരെ ഒപ്പം നിർത്താൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ അമിത്ഷാ BJPക്ക് ഒരു നയതന്ത്രജ്ഞൻ, സംഘാടകൻ, വോട്ടർ സമാഹരകൻ എന്നീ നിലകളിലെല്ലാം വലിയ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വം BJPയുടെ വളർച്ചയിലും വിജയങ്ങളിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച
തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.